പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു അടിപൊളി മീൻകറിയാണ്. ചൂര കിട്ടുമ്പം ഈ ഒരു രീതിയിൽ മീൻകറി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു രീതിയിൽ മാത്രമേ നിങ്ങൾ മീൻകറി വെക്കത്തുള്ളൂ. അത്രയ്ക്ക് ടേസ്റ്റാണ്. ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് കടുകിടുക, ഉലുവയിടുക. അപ്പം നമുക്കിന്ന് കിട്ടിയിരിക്കുന്ന മീൻ ചൂരമീനാണ്. അപ്പം ചെറിയ ചൂരയായിരുന്നു. അത് ഞാൻ നല്ലപോലെ തേച്ച് വൃത്തിയാക്കി കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. വട്ടം വട്ടം അരിഞ്ഞെടുക്കാൻ പറ്റുന്ന പാകത്തിന് നമ്മൾ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചട്ടി ചൂടായി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മുടെ കടുകിടുക, ഉലുവയിടുക. ഇത് രണ്ടും പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് ഓരോ മീനായിട്ട് നമ്മൾ എടുത്ത് വെച്ച് കൊടുക്കണം കേട്ടോ. ഈ എണ്ണയിലേക്ക് കുറേശ്ശെയായിട്ട് നമുക്ക് മീൻ എടുത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ നല്ല തിളച്ച് കിടക്കുന്ന എണ്ണയിലേക്ക് നമ്മൾ മീൻ പിറക്കി ഇട്ട് കൊടുത്തോണ്ടിരിക്കുവാണ്. അങ്ങനെ മീനെല്ലാം പിറക്കി ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് കിടക്കാൻ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ട് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സവാള, കറിവേപ്പില ഇത്ര നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കുടംപുളിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. കഴുകി വൃത്തിയാക്കി കുടംപുളിയും ഇട്ട് ഉപ്പ് വിട്ട് ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാവേ. ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് തുറന്ന് നോക്കിയേക്കണവേ. അപ്പോൾ നമ്മൾ അടുത്ത ചട്ടിയിലോട്ട് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും 1 നുള്ള് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണവേ. ഏകദേശം കുറച്ചൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുരുമുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഒന്നുകൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഒത്തിരി അങ്ങ് കരിഞ്ഞു പോകാൻ പാടില്ല കേട്ടോ. ഒത്തിരി അങ്ങ് ഇളക്കി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ മസാലകളൊക്കെ അങ്ങ് കരിഞ്ഞു പോകും. പിന്നെ നമ്മുടെ കറി കുളവാകും. അതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമുക്കിത് നമ്മുടെ ചട്ടിയിലോട്ട് ഇടണം. അപ്പം നമ്മുടെ മൂടി വെച്ചിരിക്കുന്ന ആ മീനും ആ പുളിയൊക്കെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. അഥവാ നമുക്ക് ഇടയ്ക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണമെങ്കിൽ ആ മീനൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഈ മസാലകളൊക്കെ ഒന്ന് മൂത്ത് വരും. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത് ഈ 3 സംഭവം മാത്രമേ ഉള്ളേ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചട്ടി ഒന്ന് തുറന്ന് നോക്കിയപ്പോഴത്തേക്കും എല്ലാം അങ്ങോട്ട് മൂത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയും ഒക്കെ അതിനകത്ത് കിടപ്പുണ്ട്. അതെല്ലാം ഒന്ന് ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ഒന്നുകൂടെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കൊന്ന് തുറന്നിട്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. കാരണം അടിഭാഗം ഒന്ന് ചെറിയ രീതിയിലൊന്ന് മൊരിഞ്ഞ് വരണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മറിച്ചിടുന്നത്. അപ്പോൾ അടിഭാഗമൊക്കെ ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ടായിരിക്കുമല്ലോ. ഇനി നമുക്കൊന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഒന്ന് മൊരിഞ്ഞ് വരും. അപ്പോൾ നമ്മളിങ്ങനെ കറി വെക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ മീൻ നന്നായിട്ട് കട്ടിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ചൂരമീൻ എന്ന് പറഞ്ഞാൽ നല്ല കട്ടി മീനാണ്. അപ്പോൾ കറി വെച്ച് കഴിഞ്ഞാൽ നല്ല കട്ടിയായിട്ടിരിക്കും. നല്ല ടേസ്റ്റുമാണ് മീൻ മാത്രമല്ല മീനിൻ്റെ ചാറിനും നല്ല ടേസ്റ്റാണ് ഈ രീതിയിൽ മീൻ കറി വെച്ച് കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ മറിച്ച് ഇട്ട് കൊടുക്കാവേ. പൊടിയാൻ പാടില്ല. വളരെ സൂക്ഷിച്ച് വേണം നമ്മുടെ മീനൊക്കെ ഒന്ന് ചെറിയ രീതിയിൽ മറിച്ചിട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ മീൻ കറി വെച്ച് കൊടുക്കുമ്പോൾ ചിലർ പറയും അയ്യോ ഇത്ര പാടാണോ എന്നൊക്കെ ചിന്തിക്കും. പക്ഷെ ഒരു പാടുമില്ല. നല്ല അടിപൊളിയായിട്ട് മീൻ കറി പെട്ടെന്ന് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. നല്ല ടേസ്റ്റുമാണ്. 2-3 ദിവസമൊക്കെ മീൻകറി ഇരിക്കും. അടിപൊളിയാണ് കേട്ടോ. സാധാരണ രീതിയിൽ ഞാൻ മീൻകറി വെക്കുമ്പോഴത്തേക്കും അടുത്ത ദിവസം ആകുമ്പോഴത്തേക്കും ചെറിയൊരു വളുപ്പൊക്കെ വരാറുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് ഈ മീൻകറി 2 ദിവസം ഞാൻ എടുത്തു. നല്ല അടിപൊളിയായിട്ട് തന്നെയായിരുന്നു ഈ മീൻകറി ഇരുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മസാലക്കൂട്ടൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം മസാലക്കൂട്ടുകളൊക്കെ ഞാൻ ഇട്ട് ലേശം വെള്ളം ഒഴിച്ചിപ്പോൾ തിളപ്പിച്ചെടുക്കുവാണ് കേട്ടോ. മസാലക്കൂട്ട് ഇടുന്ന വീഡിയോ എൻ്റെ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി. അതാണ് ഇടുന്നത് കാണിക്കാഞ്ഞത് കേട്ടോ. അപ്പം ആ മസാലക്കൂട്ട് നമ്മുടെ ഈ വേവിച്ച് വെച്ചിരുന്ന ആ മീനിൻ്റെ അകത്തോട്ട് ഇടുക. ലേശം വെള്ളവും ഒഴിക്കുക. നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഇതിൻ്റെ ഫുള്ളായിട്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ഷോർട്സിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഷോർട്സിനകത്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ആ മസാലക്കൂട്ട് ഇടുന്ന വീഡിയോ ഒക്കെ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇതിനകത്ത് തന്നെ ഡിലീറ്റ് ആയിപ്പോയത് കൊണ്ടാണ്. അപ്പം നമ്മൾ ഇതിനകത്തോട്ട് ആ മസാലക്കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ വെട്ടി തിളപ്പിച്ചെടുക്കുക. ഈ സമയത്ത് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പ് നമ്മൾ നേരത്തെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, മറക്കരുത്. അതിനുശേഷം നമുക്ക് ഉപ്പില്ലാന്നുണ്ടെങ്കിൽ ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. പുളി കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുളി കുറച്ച് മാറ്റി വെക്കാം. എന്നിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം. നല്ല കുറുകുറാന്നിരിക്കണം കറി. അതുവരെ വെട്ടി തിളപ്പിച്ചുകൊണ്ടിരിക്കണം നമ്മുടെ കറി കേട്ടോ.
കുറുകുറാന്നിരിക്കുന്ന നല്ല അടിപൊളി ചൂരക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചേക്കണേ. അപ്പം ടാറ്റാ.